അച്ഛാ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കഴിഞ്ഞ് മതി. അത് പറ്റില്ല. ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. അതെന്റെ ആഗ്രഹം. അച്ഛനും ഞാനിപ്പോ വെറുക്കപ്പെട്ടവളാ. എങ്കിലും എന്റെ ഈ ആഗ്രഹം അച്ഛൻ സാധിച്ചായിരുന്നു. മോളെ, ഞാൻ എല്ലാവരും... വേണ്ട അച്ഛാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നേ നല്ലത്. അടഞ്ഞുപോയ അധ്യായം അത്. അച്ഛൻ വരൂ, കഴിക്കാം. ഞാൻ വരാം. അച്ഛൻ വന്നാലേ ഞാൻ ഡൈനിങ് ടേബിളിൽ ആഹാരം എല്ലാവർക്കും വിളമ്പും. എല്ലാവരും അച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കാം. മോളെ, ഞാൻ... അങ്ങോട്ട് വയ്ക്കേ. നിങ്ങളും കൂടി ഇരിക്കുക. ഇന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാം. എല്ലാവർക്കും ഞാൻ വിളമ്പിത്തരാം. അത് വേണ്ട ചേച്ചി, ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. എന്നാ നിങ്ങളിരിക്ക. എടുത്തിരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല. ഇന്ന് ഞാൻ പറയുന്ന കേൾക്കണം. എടുത്തിരിക്കേ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഈ വീട്ടിൽ എന്നും സന്തോഷം ഉണ്ടാവണം. എന്റെ കുഞ്ഞിന്റെ പേരിൽ ഒരു ദോഷവും ഇനി ഈ വീടിനുണ്ടാവാൻ പാടില്ല. അതിനെനിക്ക് ഈ വീട് ഉപേക്ഷിച്ച് പോയേ പറ്റൂ. എഴുതി അച്ഛാ, എഴുതി വെള്ളം കൊടുക്ക. വെള്ളം കുടിക്കേ. അങ്ങനെ ഒരുപാട് നാളത്തെ എന്റെ അധ്വാനം ലക്ഷ്യം കണ്ടു. ഇനിയെല്ലാം എന്റെ കയ്യിലാ. അച്ഛാ, നീ കഴിക്കുന്നില്ലേടി? എന്റെ വിശപ്പൊക്കെ പോയി. അതിനോട് ഇപ്പൊ എന്തുണ്ടായി? അമ്മ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഞാനെന്താണ് നിന്നോട് പറഞ്ഞേ? ആരും ഒന്നും പറഞ്ഞില്ല. ചിലതൊക്കെ കേൾക്കുമ്പോ വിശപ്പും ദാഹവും ഒക്കെ പോവും. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? പുന്നാര പെങ്ങള് ഭർത്താവിനെ വിട്ട് നെല്ലിശ്ശേരിന്ന് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു.
ആര് പറഞ്ഞു നിന്നോട് ഈ അനാവശ്യം? ഇവൾ ഇവളുടെ ഉള്ളിലിരിപ്പ് പറഞ്ഞതായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഉള്ളിലിരിപ്പും ഇല്ല. ആ കൊച്ചിനെയും കൊണ്ട് അവൾ ഇങ്ങോട്ട് വരല്ലേന്നാ എന്റെ പ്രാർത്ഥന. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല അവളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയച്ചത്. ഭർത്താവിനൊപ്പം അവള് ജീവിക്കേണ്ടതേ ആ വീട്ടിലാ. മോനെ അനൂപേ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടൊന്ന് പോയാലോ? ആ അതാ വേണ്ടത്. ഈ രാത്രി തന്നെ അവിടെ പോയി അർച്ചനയോടും സച്ചിയോടും സംസാരിക്കണം. എന്നിട്ട് ഈ തീരുമാനത്തിൽ നിന്ന് അർച്ചനയെ പിന്തിരിപ്പിക്കണം. അനുപേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? അവൾ ആ കൊച്ചിനെ എടുത്ത് രാവിലെ ഇവിടേക്ക് തിരിച്ചു കേറണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അവിടെ പോയി പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാൻ നോക്ക്. അർച്ചന അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണവും ഉണ്ടാവും. അത് ശരിയാ. കുറച്ചുനാള് ഇവിടെ വന്ന് നിൽക്കുന്നതാണ് അവളുടെ മനസ്സമാനത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പ്രസവത്തിന് അവളെ നമ്മളിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ പറ്റൂ. അത് കുറച്ച് നേരത്തെ ആയെന്ന് കരുതിയാൽ മതി. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ?